അങ്ങനെ ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ US പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റിരിക്കുകയാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വാർത്തയായിരുന്നു US ഇലക്ഷനും അതിനുശേഷം വന്ന റിസൾട്ടും അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. വളരെയധികം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹം US ഇലക്ഷനെ അഭിമുഖീകരിച്ചത്. അങ്ങനെ ആ ഇലക്ഷൻ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. കാനഡ 51ാമത്തെ USൻ്റെ സ്റ്റേറ്റ് ആവണം എന്നും പനാമ കനാലും ഗ്രീൻലാൻഡ് USൻ്റെ ഭാഗമാവണം എന്ന് അദ്ദേഹം പ്രസിഡന്റ് എലക്ട് ആയതിനു ശേഷം ആദ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അങ്ങനെ വളരെയധികം സ്വപ്നത്തോടു കൂടി അദ്ദേഹം 47ാമത്തെ പ്രസിഡന്റായിട്ട് അധികാരത്തിലേറിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് USന് ലോകത്തിൻ്റെ ഉന്നതിയിൽ എത്തിക്കണമെന്ന് സ്വപ്നം കണ്ട വേറൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനം ഇരിക്കുമ്പോൾ തന്നെ 50 അട്ടകൾ കടിച്ച് ചോര വാർന്ന് മരിച്ചു പോവുകയുണ്ടായി. ആ കഥ എത്ര പേർക്കറിയാം? ആ കഥയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഥ പറയുന്നതിന് മുമ്പ് ലോകത്ത് നടന്നിട്ടുള്ള ചരിത്രപരമായ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ആദ്യം അറിയണം. എന്നാൽ മാത്രമേ ഈ കഥയെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇന്ന് ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി വാക്സിനേഷൻ എടുക്കുകയും അത് വന്നു കഴിഞ്ഞാൽ അത് ഏത് അസുഖമാണ് എന്ന് കണ്ടുപിടിക്കാൻ മൈക്രോസ്കോപ്പുകൾ ഉണ്ടാവുകയും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്നുകൾ ഉപയോഗിച്ച് അസുഖം മാറാനുള്ളതും, എന്നാൽ ഇത് ഒക്കെ പുറമെ മരിച്ചു കഴിഞ്ഞാൽ ഏത് കാരണം കൊണ്ടാണ് ആ വ്യക്തി മരിച്ചത് എന്നും കണ്ടുപിടിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിന് മുമ്പൊരു കാലം മെഡിക്കൽ സയൻസിലുണ്ടായിരുന്നു. AD 129 തൊട്ട് AD 216 കാലം വരെ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഫിലോസഫറും ഫിസിഷ്യനും സർജനുമായിട്ടുള്ള ഗ്യാലൻ തൻ്റെ വിദ്യാർത്ഥികളെല്ലാം പഠിപ്പിച്ചിരുന്നത് അസുഖങ്ങൾക്കെല്ലാം കാരണം ഹ്യൂമറിസം ആണ് എന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഹ്യൂമേഴ്സ് ആണ് പ്രധാന കാരണം. ഹ്യൂമറിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള 4 ദ്രാവകങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളെയാണ്. അതായത് ഒന്നാമത്തെ ബ്ലഡ് അഥവാ രക്തം, 2 പ്ലം അഥവാ കഫം, 3 ബ്ലാക്ക് ബൈൽ അഥവാ കറുത്ത പിത്തരസം, യെല്ലോ ബൈൽ അഥവാ മഞ്ഞ പിത്തരസം. ഈ 4 ദ്രാവകങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ മൂലമാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അന്നത്തെ കാലത്തെ മെഡിക്കൽ സയൻസ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഈ 4 ദ്രാവകങ്ങളിലെ ഏതെങ്കിലും ഒന്ന് കളയുന്ന വഴി ആ അസുഖം മാറും എന്നാണ് ആ കാലത്ത് വിശ്വാസം. ഈ വിശ്വാസം സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒന്നുമല്ല. മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരും സർജന്മാരും ഫിസിഷ്യന്മാരും എല്ലാം പ്രോട്ടോക്കോളായിട്ട് അവർ യൂസ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. അതിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ആവറേജ് ഒരു നോർമൽ ഒരാൾക്ക് 5 ലിറ്റർ ബ്ലഡാണ് ഒരു ശരീരത്തിലുണ്ടാകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ബ്ലഡിനെ ഒഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറുമെന്നായിരുന്നു അന്നത്തെ മെഡിക്കൽ സയൻസ് വിശ്വസിച്ചിരുന്നത്. അങ്ങനത്തെ പ്രധാന അസുഖങ്ങളായിട്ടുള്ള ക്യാൻസർ, ജോണ്ടിസ്, സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, ട്യൂബർകുലോസിസ് മുതലായ എല്ലാ അസുഖങ്ങളുടെയും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അന്ന് ബ്ലഡ് കളയുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി ഒരു ബ്ലഡ് കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയ 1-2 മിനിറ്റ് മാത്രമേ ബ്ലഡ് പോവുകയുള്ളൂ. അതിനുശേഷം അവിടെ ഒരു ക്ലോട്ട് ഉണ്ടാവുകയും അതിനുശേഷം ബ്ലഡ് പുറത്തേക്ക് പോവുകയും ചെയ്യത്തില്ല. എന്നാൽ ആ സമയം ഉപയോഗിച്ചിരുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അട്ടകളെ കൊണ്ട് കടിപ്പിക്കുക എന്നതാണ്. കാരണം അവരുടെ ഉമിനീരിനകത്ത് ഹിറുഡിൻ എന്ന് പറയുന്നൊരു വസ്തുവുണ്ട്. ആ ഹിറുഡിൻ ഉള്ളത് കാരണം എത്ര നേരം വേണമെങ്കിലും നമ്മുടെ ശരീരത്തു നിന്നുള്ള ബ്ലഡുകളെ പുറത്തു പോകാൻ ഈ അട്ടകളുടെ സഹായത്തോടെ കഴിയും. ആ സമയത്ത് അങ്ങനെ മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരെല്ലാം ഒരു ബ്ലഡ് ലെറ്റിംഗ് എന്ന പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ അട്ടകളെ തന്നെയാണ്. അങ്ങനെ ഒരു മനുഷ്യന് സാധാരണ 50 അട്ടകളെ വരെ കടിപ്പിച്ചിട്ട് രക്തം മുഴുവൻ വാർന്ന് കളഞ്ഞിട്ട് അതുവഴി അസുഖം മാറും എന്നായിരുന്നു അന്നത്തെ ഒരു വിശ്വാസം. ജോൺ ഹോപ്സ് കിങ്സ് ആശുപത്രിയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള മോഡേൺ മെഡിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം മോസ്ലർ, അദ്ദേഹം പോലും ഈ ബ്ലഡ് ലെറ്റിംഗ് എന്നത് ഒരു നോർമൽ പ്രോസസ്സാണെന്നും അതുവഴി അസുഖങ്ങൾ മാറുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ബുക്കായിട്ടുള്ള ദ പ്രിൻസിപ്പിൾ ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ പുസ്തകം തന്നെയാണ് മെഡിക്കൽ സ്റ്റുഡൻസ് അല്ല ഒരു റെഫറൻസ് ബുക്കായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എന്നാൽ 1923 വരെയുള്ള എഡിഷനിൽ മാത്രമേ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുള്ളൂ. അതിനുശേഷം അത് തെറ്റായിട്ടുള്ള ഒരു അറിവാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് നീക്കിക്കളയുകയാണ് ചെയ്തത്. ഡിസംബർ 12, 1799 മൗണ്ട് കാർമൻ, വിർജീനിയ എന്ന US ഒരു സ്റ്റേറ്റിലെ തൻ്റെ ഔദ്യോഗിക വസതിയിൽ ജോർജ് വാഷിങ്ടൺ ഫാമിംഗ് ആക്ടിവിറ്റീസൊക്കെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അന്ന് രാവിലെ തൊട്ടേ ചെറിയ രീതിയിലുള്ള ഒരു മഞ്ഞുവീഴ്ചയും അതിനുശേഷം പിന്നീട് അത് മഴയായിട്ട് മാറുകയാണ് ചെയ്തത്. ആ സമയമെല്ലാം അദ്ദേഹം മഴയും നനഞ്ഞ് ഫാമിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലേക്ക് പോവുകയും അതിനുശേഷം ഡിന്നറിന് കൃത്യസമയത്ത് എത്തേണ്ടത് കൊണ്ട് ആ ഡ്രസ്സ് മാറാതെ തന്നെ ഡിന്നർ കഴിക്കാനും പോവുകയും ചെയ്തു. കാരണം അദ്ദേഹം നല്ലൊരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനുശേഷം അന്ന് രാത്രി അദ്ദേഹം കിടന്ന സമയത്ത് പാതിരാത്രി ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു ശ്വാസം മുട്ടലും ഭയങ്കര ചുമയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും.
അങ്ങനെ രാത്രി അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ ഭാര്യയായിട്ടുള്ള മാർത്തയെ വിളിച്ച് പറഞ്ഞു, തനിക്ക് വയ്യ, തനിക്ക് ഭയങ്കര എന്തോ ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ശ്വാസമുട്ടലൊക്കെ ഉണ്ട്, ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ തന്നെയുള്ള ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് ഓടി വരികയാണ് ചെയ്തത്. ഓടി വന്നപ്പോൾ അവർ മനസ്സിലാക്കി അദ്ദേഹത്തിനൊരു തൊണ്ടവേദനയാണ് എന്നുള്ളത്. ആ തൊണ്ടവേദനയ്ക്ക് അവർ കണ്ട ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഹിർഡോ മെഡിക്കാലിസ് എന്ന് പറയുന്ന മുന്തിയ ഇനം അട്ടകളെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 50 അട്ടകളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ലെറ്റിംഗ് പ്രോസസ്സ് ആരംഭിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ 10 മണിക്കൂർ കൊണ്ട് 3 ഡോക്ടർമാർ വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തു നിന്ന് പുറത്തേക്ക് കളഞ്ഞത് 3.25 ലിറ്റർ രക്തമാണ്. അങ്ങനെ അത്രയും രക്തം ശരീരത്തിന് പുറത്തു പോയതിന് ഭാഗമായി അദ്ദേഹം കൂടുതൽ അബോധാവസ്ഥയിലേക്ക് പോവുകയും ഡിസംബർ 14, 1799 അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അന്നുണ്ടായിരുന്ന മെഡിക്കൽ സയൻസിൻ്റെ ന്യൂനതകൾ കാരണമാണ് ചോര വാർന്ന് ജോർജ് വാഷിങ്ടൺ എന്ന പ്രസിഡന്റ് മരിക്കുകയുണ്ടായി. എങ്കിലും അദ്ദേഹം കണ്ട സ്വപ്നം പിന്നീട് വന്ന പല ഭരണകർത്താക്കൾക്കും ഊർജ്ജം നൽകുകയും നമ്മൾ ഇന്ന് കാണുകയും പല രാജ്യങ്ങൾ പേടിക്കുകയും ചെയ്യുന്ന ഇത്രയും പവർഫുൾ ആയിട്ടുള്ള റിച്ചസ്റ്റ് ആയിട്ടുള്ള അമേരിക്കയായി മാറിയത്. നമ്മൾക്ക് മഹാത്മാഗാന്ധി എങ്ങനെയാണോ അതേപോലെയാണ് US ജനങ്ങൾക്ക് ജോർജ് വാഷിങ്ടൺ അദ്ദേഹമാണ് ഫാദർ ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം ഇരുന്ന സ്വർണ്ണ സിംഹാസനത്തിലാണ് ഇന്ന് 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ നയങ്ങൾ മറ്റ് ലോക രാജ്യങ്ങൾക്ക് മേലൊരു കടന്നുകയറ്റമാവരുത് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.